കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളതേ, ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ അവിടെ 8-ാം അധ്യായത്തില് 26-ാം അധ്യായത്തില് അവിടെ യേശു പിശാച് ബാധിതനെ വായിക്കാം. ലൂക്കോസിൽ സഹോദരന്മാരെ ലൈവ് റീസ്റ്റാർട്ട് ചെയ്യണേ. ലൂക്കോസിൽ 26-ാമത്തെ അധ്യായമോ? അല്ലല്ല, 8-ന്റെ-26 മുതൽ 8-ന്റെ-26 വായിച്ചോളൂ. അതിനുശേഷം അവൻ ഗലീലയ്ക്കെതിരെയുള്ള ഗരനേസരുടെ നാട്ടിൽ എത്തിച്ചേർന്നു. എവിടെ എത്തിച്ചേർന്നു? അവൻ കരക്കെത്തിയപ്പോൾ ഏതാ വായിക്കുന്നത്? ഞാന് ഇപ്പോ മറ്റേ എന്റെ അടുത്ത് ആപ്പാണുള്ള, മൊബൈൽ ആപ്പാണുള്ള, POCയുടെ ആണ്. അത് വായിക്കണം, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പം അവിടെ എന്താ വായിച്ചത്? ഗരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാചു ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവായ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജനസ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. 30-ാം വചനം. യേശു അവനോട്, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. ലെഗിയോൻ എന്ന് അവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചു. ഏതായാലും ഇവിടെ ഇതിനുശേഷം യേശു ആ ലെഗിയോൻ എന്ന് പറയുന്ന ആ പിശാചിന്റെ കൂട്ടങ്ങളെ അവിടെ നമുക്ക് കാണാനാവുന്നത് പന്നികളുടെ കൂട്ടത്തിലേക്കാണ് അവിടെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ആ പിശാച് ആവശ്യപ്പെടുകയാണ് ആ പന്നിയുടെ കൂട്ടത്തിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ലെഗിയോൻ എന്ന് പറയുന്നത്, ഇത് സത്യസന്ധമായിട്ട് ഇത് പിശാച് തന്നെയാണോ? എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഈ പന്നികളിലേക്ക് അയക്കപ്പെട്ടത് ഈ ലെഗിയോൻ എന്ന പിശാച്ചിനെ തന്നെയാണോ? സത്യസന്ധമായിട്ട് എന്താണ് ഇതിലുള്ളത്? യാഥാർത്ഥ്യം എന്താണ്? എനിക്കതൊന്നും അറിയാനുള്ള താല്പര്യമുണ്ട്. മറുപടി പറഞ്ഞോളൂ. ഇവിടെ കൃത്യമായിട്ട് അത് ലെഗിയോൻ ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. ലെഗിയോൻ ആണ് എന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ സത്യത്തിൽ അവിടെ എന്താണ് എന്ന് ചോദിക്കുന്നതുകൊണ്ട് യാതൊരു പ്രസക്തിയില്ല. സത്യത്തിൽ അത് ലെഗിയോൻ തന്നെയാണ്. അവിടെ ലെഗിയോൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സത്യത്തിൽ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ടൊരു സ്ട്രോമാൻ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഉള്ള താങ്കളുടെ പ്രശ്നം എന്താണ്, അത് പറയൂ. അതെ, ഈ ലെഗിയോൻ എന്ന് പറയുന്നത് ഈ പിശാചിന്റെ പേര് തന്നെയാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിശാചിന്റെ പേര് തന്നെയാണോ ലെഗിയോൻ എന്ന് പറയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് യൂനിസ് ബൈ ലീജൻ, LEGION, ലീജൻ. ലീജൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാര്, അതാണ് ലീജൻ ഓഫ് സോൾജേഴ്സ്, ലീജൻ ഓഫ് ലെറ്റ് us say warriors, ലീജൻ ഓഫ് ആർമി മെൻ. ലീജൻ എന്ന് പറഞ്ഞാൽ കൂട്ടത്തില് കുറെ ആൾക്കാർ, അത് ആ ഇംഗ്ലീഷ് മീനിങ് ആണ് ലീജൻ. എന്നിട്ട് ആ ലീജൻ കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാനിത് നമ്മുടെ കിങ് ജെയിംസ് വേർഷനാണ് വായിക്കുന്നത്. വാട്ട് ഈസ് ദൈ നെയിം? ആൻഡ് ഹി സെഡ് ലീജൻ, ബിക്കോസ് മെനി ഡെവിൾസ് were entered into him. മെനി ഡെവിൾസ്. അപ്പൊ ലീജൻ ഓഫ് ഡെവിൾസ്, ഹിസ് നെയിം ഇസ് ലീജൻ ബിക്കോസ് മെനി ഡെവിൾസ് were entered into him. അത് ക്ലിയർ ആണ്. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ക്ലാരിറ്റി വെച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്.
ആ സാറേ, ഞാൻ അതല്ല ചോദിക്കുന്നത്. ലഗിയോൻ എന്ന് പറഞ്ഞ പിശാച്ചിന്റെ പേര് തന്നെയാണോ? എന്താണ് അത് മനുഷ്യ അർത്ഥമാക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ലഗിയോൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രൂപ്പ്. അതാണ് ഇപ്പോൾ സുനിൽ ഡോക്ടർ പറഞ്ഞു തന്നത്. അത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയത്. ഇപ്പോൾ KJV ആണ് ഇപ്പം സുനിൽ ഡോക്ടർ വായിച്ചത്. ഫോർ ദേ ആർ മെനി എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഭൂതങ്ങളുടെ ഒരു കൂട്ടം. അതെ അതെ, ഭൂതങ്ങളുടെ ഒരു കൂട്ടം. പക്ഷെ ആ ലഗിയോൻ എന്നുള്ളത് പിശാച്ച് തന്നെയാണ് അല്ലേ? ലഗിയോൻ, ലീജിയൻ എന്ന് പറയുന്നത് എന്നെ പൊട്ടന. ലീജിയൻ എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു ട്രൂപ്പ്. ഇടയ്ക്ക് അവിടെ വരുമ്പോഴുള്ള മര്യാദ ഞാൻ കാണാറുണ്ട്. എന്നെ അടുത്ത് താഴെ ഇട്ടിട്ടുള്ള മര്യാദ ഞാൻ കാണാറുണ്ട്. ഞാൻ നിങ്ങളെ പൊട്ടാന്ന് വിളിച്ചിട്ടില്ലല്ലോ. ഹലോ, അത് എക്സ്ക്യൂസ് മീ. ഞാൻ വിളിച്ചേക്കുന്നൊക്കെ ഞാൻ കേൾപ്പിക്കാം ഇപ്പൊ തന്നെ. ഒരു 2 മിനിറ്റ് കണ്ട് കേൾപ്പിക്കാം. മ്യൂട്ടി. ഇവിടെ 4 പ്രാവശ്യം മറുപടി പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. യാതൊരു മാറ്റവും വരാനില്ല. ഇവിടുത്തെ മറുപടിയാണ് പറഞ്ഞത്. ലെഗിയോൻ അല്ലെങ്കിൽ ലീജിയൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡെവിൾസ്, ഒരു കൂട്ടത്തോടുള്ള ഭൂതങ്ങൾക്കുള്ള പേരാണ് ലീജിയൻ അല്ലെ ലെഗിയോൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു കൂട്ടം എന്നുള്ള, ഐ മീൻ കൂട്ടത്തോടുള്ള ഭൂതങ്ങൾ എന്നല്ല, ഞാൻ ആവർത്തിക്കുന്നു, അതൊരു മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞത് കൂട്ടത്തോടുള്ള ഭൂതങ്ങൾ എന്നല്ല, ഒരു കൂട്ടം, ഒരു ട്രൂപ്പ്, അതിന് പറയുന്നതാണ് ലീജിയൻ. യൂനുസ് ബ്രദറെ, ഒരു സെക്കൻഡ്, ഇതിനെ ഒരു വ്യക്തത ഇതേ കാര്യം തന്നെ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് 8-9 വചനങ്ങളിൽ പറയുന്നുണ്ട്. വായിച്ചു കേൾപ്പിക്കാം. 7 മുതലുള്ള വായിക്കാം. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോവുക എന്ന് യേശു കൽപ്പിച്ചു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഇപ്പൊ ലഗ്യോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുനിൽ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമാണ് അവിടെ. അതായത് കൂട്ടത്തിൽ പെട്ട കൂട്ടത്തിൽ ഒരുവൻ എന്ന് തന്നെ. അപ്പൊ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് മതി ബ്രദറെ. പക്ഷെ സാറ്, പിന്നെ യഥാർത്ഥത്തിൽ ഇത് റോമ സൈന്യത്തിന്റെ ഒരു കോറിനല്ലേ ഈ ലഗിയോൻ എന്ന് പറയുന്നത്? 6000 വരുന്ന റോമ സൈന്യത്തിന്റെ ഒരു കോറിനല്ലേ സത്യത്തിൽ ഈ ലഗിയോൻ എന്ന് പറയുന്നത്? അല്ല, അതാണ് മര്യാദയ്ക്ക് ആദ്യമേ സുനിൽ ഡോക്ടർ പറഞ്ഞത്. ഏതൊരു കൂട്ടത്തെയും, ഏത് ഒരു ട്രൂപ്പിനെയും, ഒരു പർട്ടിക്കുലർ ട്രൂപ്പിനെയും വിളിക്കുന്നത് ലീജിയൻ എന്നാണ്. ഏതൊരു ട്രൂപ്പിനെയും വിളിക്കുന്നത്, ഏതൊരു കൂട്ടത്തെയും വിളിക്കുന്നത് ലീജിയൻ എന്നാണ്. ഞാൻ വ്യക്തമായിട്ട് പറയാം. എന്റെ ഫാദറിന്റെ ലീജിയൻ, എന്റെ സ്വന്തം ഫാദറിന്റെ ലീജിയൻ ആംഡ് സർവീസ് കോർ ആണ് ഇന്ത്യൻ ആർമിയിൽ. എന്റെ ഫാദർ ബിലോങ് ടു ആംഡ് സർവീസ് കോർ ലീജിയൻ. ഇറ്റ് ഈസ് എ ട്രൂപ്പ്. ഇറ്റ് ഡസ് നോട്ട്, ആ ലീജിയൻ ഡസ് നോട്ട് മീൻ ഡെവലിന്റെ മാത്രം ട്രൂപ്പ്. ഇറ്റ് ക്യാൻ ബി എ ട്രൂപ്പ് ഓഫ് എനി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പടയാളികളായിട്ടുള്ള നിൽക്കണ ലീജിയൻ, അതാണ് ലീജിയന്റെ മെയിൻ മീനിങ്, പടയാളിയായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ദുരാത്മാല, ഡെവലിലാണ് ഒരു ട്രൂപ്പായിട്ട് വന്നേക്കുന്നത്. മെനി ഡെവൽസ് ആർ വിത്തിൻ ദാറ്റ് ഇൻഡിവിജ്വൽ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ലീജിയൻ. അത് ഒരു ഈ നമ്മുടെ മറ്റേ വാർഷിപ്പുകൾക്കും ആ ഒരു പേര് പറയുമല്ലോ, ലീജിയൻ ഓഫ് വാർഷിപ്സ് എന്ന് പറയില്ലേ? യെസ്. ഉത്തരം കിട്ടി മറുചോദ്യം വരുമെന്ന് കണ്ടപ്പോഴത്തേനും സാറ് മുങ്ങി. അല്ല, ഞാൻ മുങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. എന്റെ പിന്നെ സുനിൽ സാറേ, ഞാനിവിടെ DP-യിൽ ഇട്ടിരിക്കുന്ന നിങ്ങളുടെ ഗ്രീക്ക് ബൈബിളില് G3003 എന്ന് പറയുന്ന ആ നമ്പറിലെ അതിന്റെ ഡെഫിനേഷൻ പറയുന്നത് ഇത് പിശാച്ചൊന്നുമല്ല, ഇത് റോമ സൈന്യത്തിന്റെ 6000 വരുന്ന ഒരു കോറിനെയാണ് പറയുന്നത്. അപ്പൊ ഈ നിന്റെ പേരെന്ത് എന്ന്, ഹലോ 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 ആ തക്കിയ കയ്യിൽ വെക്ക്, ആ തക്കിയ കയ്യിൽ വെക്ക്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? മ്യൂട്ടേ, എക്കോ അടിക്കുന്നു, മ്യൂട്ടേ. എല്ലാവരും ഇദ്ദേഹത്തിന്റെ DP ഒന്ന് നോക്കണേ. ഓക്കെ, ഇത് ഫെമിനിനും മാസ്കുലിനും ആയിട്ടുള്ള ഒരു നൗണാണ്. ഓക്കെ, ഇത് ഡെഫിനിഷൻ കൊടുത്തേക്കെന്ന് നോക്കണം. പ്രോപ്പർലി എ ഡിവിഷൻ ഓഫ് ദി റോമൻ ആർമി നമ്പറിങ് അബൌട്ട് 6000 ഇൻഫൻട്രി വിത്ത് അഡീഷണൽ കാവൽറി. ഹെൻസ്, അപ്പോൾ അർത്ഥം കൊടുക്കുകയാണ്. ഹെൻസ്, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് മുകളിൽ. ഹെൻസ്
എ വെരി ലാർജ് നമ്പർ, എ ലീജിയൻ. അവിടെ കൃത്യമായിട്ട് അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ. ഹെൻസ് എ വെരി ലാർജ് നമ്പർ, എ ലീജിയൻ. അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഉപമ ഏതാണ്, പറഞ്ഞിരിക്കുന്ന കാര്യം ഏതാണ്, ഇതുപോലും മനസ്സിലാക്കാതാണോ എൻ്റെ പൊന്നു സഹോദര ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? പള്ളിക്കൂടത്തിലൊക്കെ ഒന്ന് പോകുമ്പോൾ കറക്റ്റായിട്ട് പഠിക്കണം സഹോദര. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, എ ഡിവിഷൻ ഓഫ് ദി റോമൻ ആർമി നമ്പറിംഗ് അബൌട്ട് 6000 ഇൻഫൻട്രി വിത്ത് അഡീഷണൽ കാവലറി. ഓക്കെ, അതിനെ ഒരു ലീജിയൻ, എ വെരി ലാർജ് നമ്പർ അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. യെസ്, വർഗീസ് അച്ഛാ പോയല്ലോ. പുള്ളിക്കാരൻ പറഞ്ഞ ബാക്കി ഏതാണ്? ലൂക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം. എന്റെ യൂണിസെ പോയി ഇംഗ്ലീഷും മലയാളമൊക്കെ ഒന്ന് വ്യക്തമായി. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലെഗിയോൻ എന്നവൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറയാണ്, ലെഗിയോൻ എന്ന് പറയുന്നത് പിശാചിന്റെ പേരാണോ? നമ്മൾ പറഞ്ഞ ആ പിശാചുക്കളുടെ ഒരു കൂട്ടത്തിന് പറയുന്നതാണ് ലെഗിയോൻ എന്ന്. അപ്പോൾ പുള്ളി പറയാ അത് പിശാചുക്കളല്ല, നിങ്ങളുടെ ഗ്രീക്ക് ബൈബിള് പറയുന്നു അത് റോമൻ പടയാളികൾ എല്ലാവരും കൂടെ പുള്ളിയുടെ അകത്തോട്ടാണ് കയറി വരുന്നത്. എന്ത് വിഡ്ഢിത്തരമാണ് യൂനിസെ പറയുന്നത്? ഒരു മനുഷ്യൻ വീട്ടിൽ പോലും പോകാതെ വിവസ്ത്രനായി കിടക്കുന്ന ആ ഒരു മനുഷ്യൻ, ഒന്ന് മ്യൂട്ട് ചെയ്യ് യൂനിസെ, കാര്യം പറയല്ലേ, പറഞ്ഞു തരല്ലേ, മനസ്സിലാക്ക്. ആ മനുഷ്യൻ അവിടെ വീട്ടിൽ പോലും പോകാതെ ഇങ്ങനെ ഈ ടൂമ്പുകളിലും ശവക്കല്ലറകളുടെ ഇവിടൊക്കെ ഇങ്ങനെ നടന്നിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ് ഇവനെ വിട്ടു പോകാൻ പിശാചിനോട് കൽപ്പിച്ചപ്പോൾ. അവിടെ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട്, ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുമ്പോൾ ഒരാളുടെ പേര് ചോദിക്കാൻ അർത്ഥമില്ല. ഞങ്ങൾ ഇത്രയും പേരുണ്ട്, അതുകൊണ്ടാണ് അവൻ അവിടെ ലെഗ്യോൻ, അവന്റെ പേരെല്ലാം പറയുന്നത്. ഞങ്ങൾ ഒരു കൂട്ടമാകുന്നു എന്നാ പറഞ്ഞത്. 6000 പേരടങ്ങുന്നതിനെയാണ് ലെഗ്യോൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു നിന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്റെ പേരല്ല പറയുന്നത്. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലെഗ്യോൻ എന്നവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവനോട് ചോദിച്ചു, നിങ്ങളിപ്പോ ഒരാൾ എന്ന് സംസാരിക്കുന്നു, ഒരാള് പേര് ചോദിക്കും, പറഞ്ഞു ഞങ്ങൾ ഒരാളല്ല, ഞങ്ങളൊരു കൂട്ടമായിട്ടുണ്ട്. ഇതേ അവിടെ പറയുന്നുള്ളൂ, അല്ല ഭൂതത്തിന്റെ പേരാന്ന് അവിടെ പറയുന്നില്ല. ഇത് മാത്രമല്ല, മറ്റൊരു സുവിശേഷത്തിനകത്ത് ഒരു കൂട്ടം, കർത്താവ് തന്നെ ദൂതന്മാരുടെ ഒരു കൂട്ടം തന്നെ ഇറങ്ങി വരും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലെഗ്യോൻ എന്നാ പറയുന്നത്. പറഞ്ഞാൽ ഒരു നമ്മൾ പറയുന്നില്ല ഒരു ബറ്റാലിയൻ ആൾക്കാരാണ് അവിടെ പിടിക്കാൻ വന്നേ എന്ന് പറയുന്നത് പോലെ ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് അവിടെ കൃത്യമാണ് യൂനുസെ. അല്ലാതെ പിശാചിന്റെ പേരല്ല അവിടെ പറയുന്നത്, പിശാചിന്റെ പേരല്ല. അവൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുമ്പോൾ അവിടെ ഈ ലെഗിയോൻ എന്നുള്ളത് ഒറിജിനൽ ലാറ്റിൻ ആണോ അതോ മറ്റു ഭാഷയാണോ? അത് എഴുതപ്പെട്ട ഗ്രീക്ക് വാക്കിനത് ലെഗ്യോൻ എന്നുള്ള അല്ല. ഹലോ ഒന്ന് മ്യൂട്ട് ചെയ്തേ. താങ്കൾ പറഞ്ഞ് ഹലോ വലിയ ബഹളം വെക്കാൻ വന്നാൽ നടക്കില്ല. മ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ മ്യൂട്ട് ചെയ്യുക. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മ്യൂട്ട് ചെയ്യുക. താങ്കൾ വർഗീസ് നിർത്തിയത് താങ്കളുടെ അവിടെ നിന്ന് എക്കോ അടിക്കുന്നു, അതുകൊണ്ടാണ്. വർഗീസ് അതിന് മറുപടി എന്ന് പറഞ്ഞു. ഇയാൾ അവിടെ എഴുതിയിട്ടതിനകത്ത് കിടപ്പുണ്ടല്ലോ ഒറിജിനൽ വാക്കിന്റെ അർത്ഥം എന്താണ്, ഏത് വേടാന്ന് കിടപ്പുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇനി വിശദീകരണം എന്തിനാ? അല്ല, പിന്നെ സംസാരിക്കാൻ പിന്നെ നിങ്ങൾ സമ്മതിക്കണില്ലേ, പിന്നെ ഞാൻ സംസാരിക്കില്ല. ഓക്കെ, ഇതിന്റെ വേർഡ് ഒറിജിനൽ ലാറ്റിൻ ആണെന്ന് എന്റെ DP-യിൽ കാണിച്ചിട്ടുണ്ടത്. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് പിന്നെ എന്താണ് ലാറ്റിൻ വേർഡാണിത്. ഇത് ഇബ്രു ഭാഷയൊന്നും അല്ല. ഇത് റോമാ സൈന്യത്തിന്റെ 6000 വരുന്ന ഒരു കോറിനെ മാത്രമാണ് ഇത് വിളിക്കുന്നത്. റോമാ സൈന്യത്തെ ലാറ്റിൻ പേര് അല്ല. ഒരു ചോദ്യം പറഞ്ഞോ. അതുകൊണ്ട് ഇത് അവിടെ പിശാചിനെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമല്ല ഇതുകൊണ്ട്? അതെ, ആണ്, വ്യക്തമാണ്. പിശാചിനെ കുറിച്ചല്ല പറയുന്നത്. സംസാരിക്കേ പിശാചിനെ കുറിച്ചല്ല, പിശാചിന്റെ പേരും അല്ല ഇവിടെ പറയുന്നത്. ഒരു കൂട്ടം എന്നുള്ള അർത്ഥത്തിലുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരാള് നിന്റെ പേരെന്താണ്? അപ്പൊ പറഞ്ഞു മതി, അത്ര മതി. ഒന്ന് ഇടയ്ക്ക് കേറാതെ യൂനസേ. സെൽഫായിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്. അവിടെ തന്നെ വാക്ക് തന്നെ അവൻ അല്ലായിരുന്നു, അവൻ ഒരുത്തനോ അവന്റെ പേരും ആയിരുന്നെങ്കിൽ അവൻ കൃത്യമായിട്ട് എന്റെ പേര് ഇന്നാന്ന് പറഞ്ഞനെ. പക്ഷെ അവിടെ പറയുന്നത് അവർ അനേകരാകൊണ്ട് ഒരു കൂട്ടമായതുകൊണ്ട് അവൻ പറഞ്ഞു ഞങ്ങളൊരു കൂട്ടമാണ്. കൂട്ടം എന്നർത്ഥം ലെഗ്യോൻ, ഇത്രയും വലിയൊരു കൂട്ടം, ഒരു പിശാചിന്റെ കൂട്ടമാണെന്ന് അവൻ പറഞ്ഞത്. അല്ലാതെ പിശാചിന്റെ പേരൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു ഭയ്യ.
ഓക്കെ ഓക്കെ, ആ മതി മതി മതി. അതിന് മറ്റൊന്ന് ഇനി 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 അപ്പൊ മറ്റൊന്നിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ നിൽക്കേ. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ് യൂനുസ് ഭായ്? അല്ല, ബൈബിള് സംശയമല്ലേ ഇവിടെ ബൈബിൾ സംശയത്തിന് ഉത്തരം കിട്ടിയില്ലേ? ഇവിടെ തിരിച്ചു കൊണ്ടെന്നേ. യൂനുസിനെ കിട്ടാൻ കാത്തിരിക്കല്ലായിരുന്നോ കുറച്ച് നാളായിട്ട്? അല്ല, ബൈബിൾ ഹലോ ഇവിടെ ഒരു റൂളുണ്ട്, അറിയാലോ. ഇവിടെ ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ അടുത്ത ചോദ്യം ഇനിയിപ്പം ഞങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് യൂനുസിനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? ഭാര്യരെ നിങ്ങളെ രണ്ട് തലക്കെട്ട് വിട്ടിട്ട് ചോദിക്കേ. ഇവിടെ നിങ്ങൾ ബൈബിളിൽ നിന്നുള്ള ചോദ്യം ചോദിക്കാനാ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചോദിച്ചപ്പോ ഉത്തരം പറഞ്ഞു. ഇനി അതേ സാധനം നേരെ തിരിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സാധനത്തിന് ഉത്തരം പറയണ്ടേ? തിരിച്ചു വരുന്ന സാധനത്തിനോട് ഉത്തരം പറഞ്ഞാലല്ലേ താങ്കൾ ഒരു ദീന ഈമാനുള്ള മുസൽമാനാവുള്ളൂ. അതെ. അപ്പൊ അവിടെ നിൽക്ക്. അപ്പൊ അവിടെ നിന്നിട്ട് ഇവിടെ ഒരു റൂൾ ഉണ്ട്. ഈ ഹൗസിലോട്ട് കയറുമ്പോഴേ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റൂമിലോട്ട് കയറുമ്പോഴേ അതിനകത്ത് ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, സഭ്യമായി സംസാരിക്കണം. തിരിച്ച് എക്സ്ക്യൂസ് മീ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, തെളിവുകൾ വെച്ച് സംസാരിക്കാം, സഭ്യമായി സംസാരിക്കണം. ഒരു ചോദ്യം കഴിഞ്ഞാൽ അല്ല, അവരുടെ റൂമിൽ ഇടയ്ക്ക് കയറുന്നതിന് മുമ്പ് എടുത്ത് താഴെ ഇടും. ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഉത്തരം പറയുന്നു കണ്ടു കഴിഞ്ഞാൽ എടുത്ത് താഴെ ഇടും. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ രണ്ട് ടോപ്പിക് ഇടണം, എന്താ അറിയോ? അത് കണ്ടിട്ട് ഇങ്ങോട്ട് കയറി വരാതിരിക്കാൻ. എന്റെ യൂനിസേ, ഇതൊക്കെ ഞങ്ങള് വെച്ചേക്കുന്ന ഓരോരോ പരിപാടികളല്ലേ. അപ്പം ഇവിടെ കയറി വരുമ്പോഴേ വരുന്നുണ്ടല്ലോ 4 ഓപ്ഷനാണ് വെച്ചേക്കുന്നത്. അതിനകത്ത് 4-മത്തതാണ് ചോദ്യം കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത ചോദ്യത്തിന് മുൻപ് തിരിച്ച് ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ഓക്കെ ഞെക്കിയിട്ടല്ലേ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ടൊരു ചോദ്യമുണ്ട്. ഭയപ്പെടുന്നില്ലെങ്കിൽ, ഈമാനും ദീനുമുള്ള വ്യക്തിയാണെങ്കിൽ, മുഹമ്മദിന് ആ ഇടുങ്ങിയ ഖബറിൽ അടി കിട്ടണം, മുൻകിറിനെ നക്കീറിനെ അടി കിട്ടണ്ട എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ ഖബർ വിശാലമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് യൂനുസ് അമീൻ എന്ന് പറയുന്ന സഹോദരനെങ്കിൽ മറുപടി നൽകൂ. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? വാര്യരെ, ഇവിടെ നിങ്ങൾ ഇവിടെ പെട്ടിട്ടുള്ള ബൈബിള് ഉത്തരവുണ്ടോ? ഒരു ചോദ്യം ഇങ്ങോട്ട് വെച്ചു. പേടിയാണോ? ഖുർആൻ എടുക്കാൻ പേടിയാണോ? തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ എടുക്കാൻ പേടിയാണോ? ഇവിടെ ബൈബിളിൽ നിന്ന് ഉത്തരം തന്നു. ഇവിടെ ഉത്തരം തന്നു. സംശയം തീർന്നിട്ടില്ല. ഭയമാണെന്നേ. ഭയമായത് കൊണ്ടാണല്ലോ യൂനിസ് അവിടെ റൂമിട്ട് കള്ളങ്ങൾ പറയുമ്പോ ഞങ്ങൾ കയറി വരുന്ന പറഞ്ഞാൽ യൂനിസ് അവിടുന്ന് മുങ്ങുന്നത് ഭയമായത് കൊണ്ട് തന്നെയാണ്. ഒരു മിനിറ്റ്, ഈ യൂനിസിന് ഇപ്പൊ എന്താ സംശയം? ഇപ്പൊ അവിടെ വർഗീസ് അച്ഛൻ അതിന് വ്യക്തമായിട്ടുള്ള അല്ല, അത് ക്ലിയർ ആയത് പുള്ളി പറഞ്ഞു. അത് ഓക്കെ. ഇനി വേറെ ചോദ്യം ഭാര്യ ബ്രദർ ഒരു ചോദ്യം ചോദിച്ചു. നിൽക്ക് യൂനിസ് നിൽക്ക്. ഭാര്യ ബ്രദർ ഒരു ചോദ്യം ചോദിച്ചു, സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? അതിനൊരു വ്യക്തമായിട്ടൊരു ആൻസർ പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഇതിൽ എന്താ പ്രശ്നം നിങ്ങൾക്ക്? അതിന് ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ ആര് പറഞ്ഞു കിട്ടിയിട്ടില്ല? ഇല്ല, ഞാൻ പറയാം. നിങ്ങളുടെ പേരെന്താന്ന് വെച്ചപ്പോ ലഗിയോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആരുടെ പേരാണ്? ആരുടെ പേരാ? സാത്താന്റെ പേരാണ്. നല്ല വ്യക്തമായിട്ട് വർഗീസ് അച്ഛൻ അവിടെ പറഞ്ഞൊരു കൂട്ടത്തിന്റെ പേരാണെന്നല്ല പറഞ്ഞൊരു കൂട്ടം. ഇല്ല, അപ്പൊ അത് ആരുടെ പേരാണ്? ആ പേര് സാത്താന്റെ പേരെന്താ? എടോ മനുഷ്യ, ഇവിടെ മാത്യു ബ്രദറെ ഒരു മിനിറ്റ്. വർഗീസ് അച്ഛൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മിനിറ്റ്. റെഫറൻസ് ഒന്നും പറയണ്ട. യൂനിസെ, ഈ മദ്രസ പൊട്ടന്മാരെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. മനസ്സിലായോ? പൊട്ടനാകുകയല്ല, പൊട്ടൻ നടിക്കുന്നവനെയും പഠിപ്പിക്കാൻ പാടാണ്. അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോ പിശാചിന്റെ പേരാണോ? ഇനി പിശാചിന്റെ പേരെന്താ? നാണമുണ്ടോ ഇയാൾക്ക് ഇങ്ങനെ ചോദിക്കാൻ? നിങ്ങൾ റൂം ഇട്ടിട്ട് റീപ്ലേസ് ഓഫാക്കി വെച്ച് കയറി വന്ന ഉടനെ ചാടിച്ച് പുറത്ത് കളയുന്ന നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെയും ചോദിക്കുക പിശാചിന്റെ പേരാണോ? പിശാചിന്റെ പേര് തോമസ് എന്ന് വല്ല അറിയാമണ്ടോ? വേറെ പണി നോക്കി പോകും.
വർഗീസ് നിന്റെ റൂമിൽ എടാ പോടാ നീ എന്ന് പറയരുത്, എടാ പോടാ നീ എന്ന് വിളിക്കരുത്. ഇത് കാക്കാമാര് പാപ്പിച്ചെന്ന റൂമല്ല, മനസ്സിലാക്കിക്കോണം. നീ ഇവിടെ കയറി വന്ന് എടാ പോടാ നീ എന്ന് വിളിച്ചാൽ നിന്റെ മുഹമ്മദിനെ ഞാൻ കാറ്റി പറത്തും, എടുത്ത് ഞാൻ ഭിത്തിയിലടിക്കും, വടിച്ചെടുക്കേണ്ടി വരും. നീ അത് പേടിച്ചിട്ടാണ് ഞാനൊക്കെ നിന്റെ റൂമിൽ കയറി വരുമ്പോ നീയും റസാഖും ഒക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ആ പരിപാടി വേണ്ട. ഇവിടെ ഞങ്ങളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഞങ്ങളുടെ സീനിയർ ആണ് വർഗീസ് അച്ഛൻ. ഇവിടെ കയറി എടാ പോടാ നീ എന്നൊന്നും വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാന്യമായി സംസാരിക്കാം. കിട്ടിയ മാല അങ്ങോട്ടും തരും. യൂനിസിന്റെ മുഹമ്മദിനെ പോലെ ഒരു വൃത്തികെട്ടവനെ അപ്പന്റെ എന്താ പറയാ ഈ ലിംഗം പോയി താഴെയുണ്ട് അപ്പന്റെ ലിംഗം പോയി കടിക്കാൻ പറഞ്ഞു പറഞ്ഞ ഒരു നികൃഷ്ട പ്രവാചകനെ പരിശുദ്ധനാന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്ന നിന്റെയൊക്കെ ജീവിതത്തിനകത്ത് ഈ ബുദ്ധി മണ്ഡലം പ്രവർത്തിക്കത്തില്ല. നിനക്കൊക്കെ ആകെ പ്രവർത്തിക്കുന്ന ഒരവയവം മാത്രമേ ഉള്ളൂ. അതിവിടെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പറയും. അല്ലാതെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഒരു സാധനം നിന്റെ കൂടുതലുണ്ടോ? ഏതെങ്കിലും ഒരു പൊട്ടനുണ്ടോ? ഒറ്റ ഒരുത്തൻ നിന്റെ മുഹമ്മദ് സഹിതം അല്ലെ അള്ളാഹു സഹിതം ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഈ തലച്ചോറ് വർക്ക് ചെയ്യുന്നത്? ഇല്ല. അപ്പൊ നീയൊക്കെ ഇനി എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും മണ്ടത്തരങ്ങൾ വിശ്വസിക്കാനും ഈ സ്വർഗത്തിലെ ലൈംഗികതയെക്കുറിച്ചും പെണ്ണുങ്ങളെ കുറിച്ചും ഓർത്ത് ജീവിക്കാനും മാത്രം കിട്ടിയ ജന്മങ്ങളാണ് നിന്റെയൊക്കെ. അതുകൊണ്ട് നീയൊക്കെ പോയി തരത്തിൽ പോയി കളിക്കും.